Hello, hi friends. എല്ലാവർക്കും മൈ ഫ്രോക്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഈസി ആയിട്ട് ഒരു പലാസോ പാന്റ് തയ്ക്കുന്ന വീഡിയോ ആണ്. വളരെ ഈസി ആയിട്ടും അതുപോലെ ഫാസ്റ്റ് ആയിട്ടും നമുക്ക് പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അതേപോലെ തന്നെ വേറൊരു പ്രത്യേകത വളരെ കുറച്ച് ക്ലോത്ത് കൊണ്ട് ഞാൻ ഇവിടെ 1.25 മീറ്റർ ക്ലോത്ത് ആണ് എടുത്തിരിക്കുന്നത്. നല്ല നീളമുള്ള 38 ഇഞ്ച് നീളമാണ് എനിക്ക് ഇവിടെ വേണ്ടത്. അപ്പോൾ നല്ല നീളമുള്ള ആൾക്കാർക്ക് തന്നെ ഇത്രയും കുറഞ്ഞ തുണി കൊണ്ട് നമുക്കിത് തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ക്ലോത്ത് എങ്ങനെയാണ് മടക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന ക്ലോത്ത്. ഇത് 1.25 മീറ്റർ ക്ലോത്താണ്. 1.25 മീറ്റർ ആണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത്. കണ്ടോ, ഇത് രണ്ടായിട്ടാണ് ക്ലോത്ത് മടക്കിയിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? രണ്ടായിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് വന്നിട്ട് 1.25 മീറ്ററാണ്. അതുപോലെ തന്നെ ഈ ക്ലോത്തിൻ്റെ വീതി വന്നിട്ട് 43 ഇഞ്ച് വീതിയുണ്ട്. വീതി കൂടിയ തുണിയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ 1.25 മീറ്ററിൽ ഇത് തയ്ക്കാൻ പറ്റുന്നത്. 43 ഇഞ്ച് വീതിയാണ് ഇതിന് വരുന്നത്. അപ്പോൾ നമ്മൾ നോർമലി ഇടുന്ന രീതിയിലല്ല, വിട്ട് വയസ്സാണ് ഈ ക്ലോത്ത് ഇടുന്നത്. വീതി കൂടിയ ക്ലോത്ത് ആയതുകൊണ്ട് അതുകൊണ്ടാണ് നമുക്ക് 1.25 മീറ്ററിൽ തയ്ക്കാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ നമുക്കിത് 1.25 മീറ്ററിൽ ചെയ്യാൻ പറ്റില്ല. ഈ ക്ലോത്ത് കണ്ടോ, ഞാൻ ഇങ്ങനെ 4 ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും. ആദ്യം 2 ആയിട്ടൊന്ന് മടക്കി, പിന്നെ വീണ്ടും അതിനെ ഒന്നുകൂടി മടക്കി. അപ്പോൾ ഈ ഭാഗം വരുന്നത് 4 പീസായിട്ടാണ്. ഇത് 2 മുറിഞ്ഞ പോർഷനും ഇതൊന്നും മുറിയാത്ത പോർഷനും, അങ്ങനെ 4 പീസായിട്ട് ഇവിടെ വരും. ഇവിടെ ഫുള്ള് മുറിയാത്ത ഭാഗം ഇതായിരിക്കും നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഭാഗം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്ലോത്ത് മടക്കിയിട്ടിരിക്കുന്നത്. ഇവിടെ ഈ ടോപ്പ് ഭാഗത്ത് നിന്നും ഞാനൊരു 3 ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത് നമുക്ക് ഇലാസ്റ്റിക് വെക്കുകയോ അല്ലെങ്കിൽ സ്ട്രിങ് ഇടുകയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മളിങ്ങനെ മടക്കി വെക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇലാസ്റ്റിക് നല്ല വീതി ഉള്ളതാണെങ്കിൽ അതനുസരിച്ച് ഇടുക കേട്ടോ. ഇപ്പോൾ 2 ഇഞ്ചിൻ്റെ ആണെങ്കിൽ 4 ഇഞ്ച് ഇടണം. അങ്ങനെ നിങ്ങളുടെ വീതി അനുസരിച്ച് വേണം ഇതിടാനായിട്ട്. ഇവിടെ ഞാൻ 3 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴെ നിന്നാണ് നമ്മൾ ഇനിയും മെഷർമെൻറ്റ് എടുക്കുന്നത്. ഇവിടെ നിന്നും താഴേക്ക് നമുക്ക് വേണ്ട ലെങ്ത് കേട്ടോ. 3 ഇഞ്ച് മാറ്റിയപ്പോൾ ഇനിയിപ്പോൾ ഏകദേശം 40 ഇഞ്ചേ വരുന്നുള്ളൂ ലെങ്ത്. 43 ഇഞ്ച് വീതിയുള്ള ക്ലോത്താണ്. ഇവിടെ നിന്നും 1 ഇഞ്ച് ഒന്ന് മുകളിലേക്ക് മാർക്ക് ചെയ്തേക്കണം. ഇവിടെ നമുക്ക് താഴെ മടക്കി തയ്ക്കേണ്ട പോർഷനാണ്. അതിനൊരു 1 ഇഞ്ച് വിട്ടേക്ക്. ബാക്കി നമുക്ക് 38 ഇഞ്ചാണ് നമുക്ക് കിട്ടുന്ന നീളം. ഇനി എനിക്കിവിടെ ഹിപ്പിൻ്റെ മെഷർമെൻ്റ് ആണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. ഈ പോർഷനിൽ നമ്മളിവിടെ ഈ വരച്ച വരയിലാണ് മെഷർ ചെയ്യേണ്ടത്. അപ്പോൾ എനിക്കിവിടെ വേണ്ട ഹിപ്പിൻ്റെ മെഷർമെൻറ്റ് 32 ഇഞ്ചാണ്. അപ്പം ആ 32 ഡിവൈഡഡ് ബൈ 4, നമ്മൾ തുണി 4 ആയിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കണം. അപ്പം ആ 32 ഇഞ്ചിൻ്റെ കൂടെ ഒരു 4 ഇഞ്ച് ഞാൻ ലൂസ് കൂടി ഇടുന്നുണ്ട്. അപ്പം 36 ഇഞ്ച്, പിന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പ്, അങ്ങനെ 37 ഇഞ്ചാണ് വരുന്നത്. അപ്പം 37 ഡിവൈഡഡ് ബൈ 4, അപ്പോൾ ഒരു 9.25 ഒക്കെ വരും. നമുക്കൊരു 9.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നു. 9.5 ഇഞ്ചാണ് എൻ്റെ ഇവിടുത്തെ ഹിപ്പ് മെഷർമെൻറ്റ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്കിത് ഇവിടെയുള്ള ഈ ക്രോച്ച് ഏരിയയുടെ ലെങ്ത് ആണ് വേണ്ടത്. അപ്പോൾ ഈ ലെങ്ത് ഞാനിവിടെ ഒരു 10 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. 10 ഇഞ്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിവിടെ എടുത്തില്ലേ ഹിപ്പ് മെഷർമെൻറ്റ്, ഇവിടെ നമ്മൾ 9.5 ഇഞ്ചായിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ ആ 9.5 ഇഞ്ചിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് കൂടെ കൂട്ടി 10 ഇഞ്ച് ഞാനിവിടെ സീം അലവൻസ് 1/2 ഇഞ്ച് കൂടെ കൂട്ടി 10 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ശരിക്കും ഇതിൻ്റെ മെഷർമെൻറ്റ് എടുക്കുന്നത് ഈ നമ്മുടെ ഹിപ്പ് മെഷർമെൻറ്റ് ഡിവൈഡഡ് ബൈ 4, അതിവിടെ 9 ഇഞ്ചാണ് വരുന്നത്. 1 ഇഞ്ച് ഞാൻ എക്സ്ട്രായും കൂടി എടുത്ത് അങ്ങനെയാണ് 10 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അല്പം നീളം, നല്ലപോലെ നീളമുള്ള ആൾക്കാരാണെങ്കിൽ അതനുസരിച്ച് അത് കൂടും. ഇനി ഈ പോർഷനിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഞാനിവിടെ ഒരു 2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുന്നു. ഇവിടെ 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇവിടെ ഇതുപോലെ കർവായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നു, കർവായിട്ട് വരയ്ക്കുന്നു. ഇനി നമുക്കിത് താഴത്തെ ഈ വിഡ്ത്താണ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഏകദേശം 13 ഇഞ്ചാണ് വരുന്നത്. ഞാനിത് ടോട്ടൽ എടുക്കുകയാണ്. കാരണം ഇതിലും കുറവ് മതി എന്നുള്ളവരാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ മാർക്ക് ചെയ്യുക. ഇതിൽ കൂടുതൽ വേണമെന്നുള്ളവർ കൂടുതൽ ക്ലോത്ത് എടുക്കണം കേട്ടോ. ഞാനിപ്പം ഈ കൃത്യം ഏകദേശം 13 ഇഞ്ച് വരുന്നുണ്ട്. ഇത് ഫുള്ള് തന്നെ എടുക്കുകയാണ് ഇവിടെ ഈ താഴത്തെ ഭാഗത്ത്. അപ്പോൾ എന്നിട്ട് നമ്മളിത് ഈ പോർഷനിൽ നിന്നും, ഈ കർവ് ചെയ്ത് വരച്ചില്ലേ, ഈ പോർഷനിൽ നിന്നും ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. ഈ പോർഷനിൽ നിന്നും ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട്. നമുക്ക് ഈ പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം, താഴേക്കും കട്ട് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഈ പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വിടർത്തി നോക്കാം. ഞാനിതിപ്പോൾ തിരിച്ചിട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കൂടുതൽ കാണാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വിടർത്തുമ്പോൾ. ഇതിപ്പോൾ 2 പീസ് ഉണ്ട് കണ്ടോ, 2 പീസ് ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ പോർഷൻ ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. 1/2 ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ തന്നെ ഈ മറു സൈഡും ഈ സൈഡും
ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതായത് നമ്മൾ ആ തുണി വിടർത്തിയിട്ട് അതേ പൊസിഷനിൽ വെച്ച് തന്നെ ഞാനിവിടെ 2 സൈഡും തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ സിംഗിൾ സ്റ്റിച്ചേ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾ തയ്ക്കുമ്പോൾ എപ്പോഴും ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കണം കേട്ടോ. ഫുൾ ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ സെൻറ്റർ പോർഷനിൽ നമുക്ക് വിടർത്തിയെടുക്കാം ഇതിനെ. കണ്ടോ, ഇപ്പോൾ ഇങ്ങനെ നമ്മുടെ 2 പീസായിട്ട് വന്നിട്ടുണ്ട്. 2 കാലും അങ്ങനെ വന്നിട്ടുണ്ട്. 2 സൈഡും ഇതുപോലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇതിൻ്റെ താഴത്തെ ഭാഗം മടക്കി തയ്ക്കുക എന്നുള്ളതാണ്. താഴത്തെ ഭാഗം മടക്കി തയ്ച്ചതിന് ശേഷമാണ് നമ്മൾ ബാക്കി തയ്യൽ ചെയ്യേണ്ടത്. അപ്പോൾ ഈ 2 കാലിൻ്റെയും താഴത്തെ ഭാഗം കണ്ടോ, നമ്മളിവിടെ മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മാർക്കിംഗ് അനുസരിച്ചിട്ട് മടക്കി തയ്ക്കുക. 2 കാലിൻ്റെ 2 താഴത്തെ ഭാഗം മടക്കി തയ്ച്ചതിന് ശേഷം നമ്മൾ ഇവിടെ ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അത് ഒരു പോർഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഒരു ഭാഗം തൊട്ട് ഇവിടം തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് അര ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ തയ്ക്കുക. ഇങ്ങനെ തയ്ച്ച് ഈ പോർഷൻ വരുമ്പോൾ ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് തയ്ക്കുക. ഇങ്ങനെ കൂർത്ത് തയ്ക്കേണ്ട, ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് തയ്ക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ 2 സ്റ്റിച്ചും ഒരുപോലെ തന്നെ വരത്തക്ക രീതിയിൽ ഈ 2 സ്റ്റിച്ചും ഈ പോർഷൻ ഒരുപോലെ തന്നെ വരത്തക്ക രീതിയിൽ പിടിച്ച് വേണം നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. എന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ റൗണ്ടായിട്ട് അടുത്ത കാലിൻ്റെ എൻഡ് വരെയും തയ്ക്കുക. ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കുക. ഇവിടെ ഞാൻ അടിഭാഗം മടക്കി തയ്ച്ചിട്ടുണ്ട്. അതിനുശേഷം ഇങ്ങനെ തയ്ച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി തിരിച്ച് നല്ല ഭാഗം നോക്കാം. നല്ല ഭാഗം ഇങ്ങനെയാണ് ഉണ്ടോ, ഇവിടെ ഇങ്ങനെയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ടോപ്പ് പോർഷൻ, ഈ ഭാഗം മടക്കി തയ്ക്കുക എന്നുള്ളതാണ്. നമ്മളപ്പോൾ ഇവിടെ മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. ആദ്യം ഒരു ചെറിയ ഫോൾഡ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ എത്രയാണോ തയ്ക്കാൻ ഉദ്ദേശിക്കുന്ന വീതി, നിങ്ങൾ എടുക്കുന്ന ഇലാസ്റ്റിക്കിൻ്റെ വീതി അനുസരിച്ച് ഇത് മടക്കി നമ്മൾ ആദ്യമേ തന്നെ അത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മാർക്കിങ്ങിൻ്റെ ഈ എഡ്ജിൽ കൂടി ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോവുക. ഇങ്ങനെ ഫുൾ റൗണ്ടായിട്ട് തന്നെ നമ്മൾ തയ്ച്ചെടുക്കുക. അപ്പോൾ തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളിത് ഇവിടെ നിന്നാണ് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നിന്ന് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ വന്ന് എൻഡ് ചെയ്യുക. ഒരു 1-1.5 ഇഞ്ച് ഗ്യാപ്പ് ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇടുക. എന്നിട്ട് ഈ ഭാഗത്തു കൂടി നമുക്ക് ഇലാസ്റ്റിക് കടത്താൻ വേണ്ടിയിട്ടാണ്. ഇലാസ്റ്റിക് ഇട്ടതിന് ശേഷം ഇലാസ്റ്റിക് കൂട്ടി തയ്ച്ചതിന് ശേഷം മാത്രം ഈ ഭാഗം ക്ലോസ് ചെയ്ത് തയ്ക്കുക. നമ്മളിത് ഇവിടെ ഇലാസ്റ്റിക് ഇട്ട് കണ്ടോ, ഈ ഭാഗത്താണ് ഞാൻ ഓപ്പണിങ് കൊടുത്തിരുന്നത്. അവിടെ ഡബിൾ സ്റ്റിച്ച് ഇട്ട് തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇലാസ്റ്റിക്കിന് പകരം സ്ട്രിങ് വെക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും വെക്കാം. അതുപോലെ തന്നെ ഈ ഇലാസ്റ്റിക് എടുക്കുന്ന മെഷർമെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹിപ്പ് ഭാഗത്തെ ആ ഒരു മെഷർമെൻറ്റ് കൃത്യമായിട്ട് എടുക്കുക. അതിനേക്കാൾ ഒരു 4 ഇഞ്ച് കുറച്ച് വേണം ഇലാസ്റ്റിക് എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നിങ്ങളുടെ ഹിപ്പ് പോർഷനിലുള്ള ആ കൃത്യം 32 ഇഞ്ചാണെങ്കിൽ അതിനേക്കാൾ ഒരു 4-5 ഇഞ്ച് കുറച്ച് 27 അല്ലെങ്കിൽ 28 ഇഞ്ച് എടുക്കുക. അങ്ങനെ നമ്മുടെ പലാസോ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇലാസ്റ്റിക് ഇട്ടിട്ട് ഇത് നമ്മൾ ഈ പ്ലീറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് പിടിച്ച് വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഇലാസ്റ്റിക് ഇങ്ങനെ വലിച്ചു വെച്ചിട്ട് ഈ ഭാഗത്തുകൂടി ഒരു സ്റ്റിച്ച് 1-2 സ്റ്റിച്ച് കൂടി കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, എലാസ്റ്റിക് ഇങ്ങനെ വലിച്ചു വെച്ച് തന്നെ തയ്ച്ച് പോവുക. അപ്പോൾ അങ്ങനെ വളരെ ഈസി ആയിട്ടും ഫാസ്റ്റായിട്ടും തയ്ക്കാവുന്ന പലാസോ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് കുട്ടികൾക്കും നിങ്ങൾക്കും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അളവുകളിൽ വ്യത്യാസം വരുത്തിയാൽ മാത്രം മതി. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ചും നമുക്ക് കുട്ടികൾക്കൊക്കെ തയ്ക്കാൻ പറ്റിയ ഒരു സാധനമാണിത് കേട്ടോ. കാരണം ഇപ്പോൾ കുട്ടികൾ സ്കൂളിലൊന്നും പോകുന്നില്ല, വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് വീട്ടിലിടാനാണ് കൂടുതൽ ഡ്രസ്സ് വേണ്ടത്. എല്ലാവരും ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുക. എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.